ബൈബിളിന്റെ കഥ ആരംഭിക്കുന്നത് ദൈവസന്നിധിയിൽ മനുഷ്യർ വസിക്കുന്നതോടെയാണ്. എന്നാൽ അവർ തങ്ങളുടെ മത്സര സ്വഭാവം മുഖാന്തിരം പുറത്താക്കപ്പെടും. എങ്കിലും ദൈവം നമ്മളുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നു. അവരിൽ കൂടെ ദൈവം ഈ ലോകത്തെ തന്റെ സാന്നിധ്യത്തിലേക്ക് തിരികെ പുനഃസ്ഥാപിക്കുവാൻ ഉപയോഗിക്കും. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു കൂടാരത്തിൽ വസിക്കുവാൻ ഇസ്രായേലിന്റെ മധ്യത്തിൽ വരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ അത് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു. കാരണം അത് വളരെ തീവ്രമായതിനാൽ മോശയ്ക്ക് അകത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. അനുചിതമായി പ്രവേശിക്കുന്ന മറ്റു പുരോഹിതന്മാർ മരിക്കുന്നു. ഒരു നിമിഷം, ദൈവത്തിന്റെ സാന്നിധ്യം നല്ലതാണെങ്കിൽ അതെങ്ങനെയാണ് പെട്ടെന്ന് ജനത്തിന് അപകടകരമാകുന്നത്? അതിനെക്കുറിച്ച് ഇപ്രകാരം ചിന്തിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം സൂര്യനെ പോലെയാണ്. അത് ശുദ്ധമായ ശക്തിയും നന്മയുമാണ്. നശ്വരമായതോ മലിനമായതോ ആയ എന്തെങ്കിലും അതുപോലുള്ള പരിശുദ്ധമായ ശക്തിയോടെടുക്കുമ്പോൾ നശിച്ചു പോകുന്നു. അതുകൊണ്ട് വിശുദ്ധി എന്ന പദം ലേവ്യാപുസ്തകത്തിൽ ദൈവത്തിന്റെ ശുദ്ധവും ശക്തവുമായ സാന്നിധ്യത്തെ വിശദീകരിക്കുവാൻ ഉപയോഗിക്കുന്നു. അത് സൂര്യനെ പോലെ നല്ലതും അപകടകരവുമാണ്. ദൈവത്തിന്റെ നന്മയ്ക്ക് സമീപം നശിച്ചു പോകാതെ എപ്രകാരം ദുഷിച്ച ഇസ്രായേലർക്ക് ജീവിക്കാമെന്ന് കാണിക്കുന്നതാണ് ലേവ്യാപുസ്തകത്തിന്റെ വിഷയം. പുസ്തകത്തിൽ ഇവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കുമെന്നതിന് 3 വഴികളുണ്ട്. ഇത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നും. എന്നാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം തുടരുക. ആദ്യത്തേത് അനുഷ്ഠാനങ്ങളാണ്. രണ്ടാമത്തേത് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ. മൂന്നാമത്തേത് ഒരു കൂട്ടം വിശുദ്ധിയുടെ നിയമങ്ങൾ ആണ്. ഈ പുസ്തകം 7 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ പരിഹാരവും പുസ്തകത്തിൽ 2 ഭാഗങ്ങളായിട്ട് പര്യവേക്ഷണം ചെയ്യുന്നു. ഇവിടെ അനുഷ്ഠാനങ്ങളുണ്ട്, പുരോഹിതന്മാരുണ്ട്, പിന്നെ വിശുദ്ധിയുടെ നിയമങ്ങളുമുണ്ട്. ആദ്യത്തെ പരിഹാരമായ അനുഷ്ഠാനങ്ങളിൽ അനേകം മൃഗയാഗങ്ങൾ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ലേവ്യ പുസ്തകം ആരംഭിക്കുന്നത് ഈ യാഗങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടെന്നതിന്റെ വിശദമായ നിർദ്ദേശങ്ങളോടുകൂടിയാണ്. ചിലത് ദൈവത്തോട് നന്ദി പറയുന്നതിന്റെ വഴികളാണ്. മറ്റുള്ളവ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാനുള്ള വഴികളാണ്. ഇവിടെ പുസ്തകത്തിന്റെ അവസാനത്തിൽ കുറച്ച് അനുഷ്ഠാനങ്ങൾ കൂടിയുണ്ട്. ഇവയെല്ലാം വിശുദ്ധ ദിവസങ്ങളും ഉത്സവങ്ങളും ആചരിക്കുന്നതിനെക്കുറിച്ചാണ്. അവയെല്ലാം ഉത്സവങ്ങളാണ്. അവ എപ്രകാരമാണ് ദൈവം ഇസ്രായേലിനെ രക്ഷിച്ചതെന്നും അന്യരാഷ്ട്രങ്ങളിൽ നിന്നും വേർതിരിച്ചതെന്നും ഉള്ള കഥയുടെ ചില ഭാഗങ്ങൾ ആവർത്തിച്ചു പറയുന്നു. വിശുദ്ധിയുടെ പ്രശ്നത്തിലുള്ള രണ്ടാമത്തെ പരിഹാരം പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടതാണ്. ദൈവസന്നിധിയിൽ നേരിട്ട് പ്രവേശിക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് അവൻ പുരോഹിതന്മാരെ പ്രത്യേക പ്രതിനിധികളായി നിയമിക്കുന്നു. അവർക്ക് മറ്റുള്ളവരുടെ പ്രതിനിധികളായി അവന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ എപ്രകാരമാണ് പൗരോഹിത്യത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചൊരു കഥയുണ്ട്. പിന്നീട് ഈ മറ്റൊരു വിഭാഗം പുരോഹിതന്മാർ ജീവിക്കേണ്ട ഉയർന്ന നിലവാരങ്ങളുടെ കൂട്ടത്തെ വിശദീകരിക്കുന്നു. കാരണം അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് വളരെ അടുത്ത് പ്രവർത്തിക്കേണ്ടവരാണ്. പുസ്തകത്തിൽ മൂന്നാമത്തെ പരിഹാരം വിശുദ്ധിയുടെ നിയമങ്ങളെക്കുറിച്ചുള്ളതാണ്. ഇതുവരെയുള്ളതിൽ മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രയാസമുള്ളത് ഇതാണ്. ഉദാഹരണത്തിന്, ഈ വിഭാഗം നിങ്ങൾ ശുദ്ധിയുള്ളവരോ ശുദ്ധിയില്ലാത്തവരോ എന്നറിയുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ്. അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധമായതാണോ അശുദ്ധമായതാണോ? ഇത് മനസ്സിലാക്കുവാൻ നമ്മൾ അറിയേണ്ടത് ഇതാണ്. നിങ്ങൾ വിശുദ്ധമായ സ്ഥിതിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയോട് സമീപിക്കാം. നിങ്ങൾ അശുദ്ധമായ സ്ഥിതിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഇസ്രായേലർക്ക് ഏത് നിമിഷവും അവർ ഏത് സ്ഥിതിയിലാണെന്നറിയേണ്ടത് വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ട് ആദ്യമായി ഉള്ളത് ശുദ്ധിയുള്ളതും അശുദ്ധമായതുമായ മൃഗങ്ങളുടെ ഒരു പട്ടികയാണ്. അതെ, ഈ മൃഗങ്ങളുടെ പട്ടിക വിഭജിച്ചിരിക്കുന്നത് അവ എവിടെ വസിക്കുന്നു എന്നതനുസരിച്ച് കരയിലോ കടലിലോ വായുവിലോ എന്നിങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് ചില മൃഗങ്ങൾ അശുദ്ധമെന്നതും അവയെ സ്പർശിക്കുന്നതും ഭക്ഷിക്കുന്നതും നിങ്ങളെ അശുദ്ധമാക്കുന്നതെന്നും വചനത്തിൽ സ്പഷ്ടമല്ല. എന്നാൽ ഈ ഒരു കാര്യം സ്പഷ്ടമായിരുന്നു. ഈ മൃഗങ്ങളെ ഒഴിവാക്കുന്നത് ഇസ്രായേലിനെ വേറിട്ട് നിർത്തുകയും ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധി അവരുടെ ജീവിതത്തിലെ അവർ എന്താണ് ഭക്ഷിക്കുന്നതുൾപ്പെടെ എല്ലാ മേഖലകളെയും ബാധിക്കുമെന്നും ഓർമ്മപ്പെടുത്തും. ഭക്ഷണ നിയമങ്ങൾക്കു ശേഷം ത്വക്ക് രോഗങ്ങൾ, മൃതശരീരങ്ങളെ സ്പർശിക്കുക, ശാരീരിക സ്രവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിവയെക്കുറിച്ചുള്ള ധാരാളം ക്രമരഹിതമായ നിയമങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ അവ കൊടുത്തിരിക്കുന്നത് ഒരു ക്രമത്തിലാണ്. ഇസ്രായേലരുടെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. അവ വിശുദ്ധമായിരുന്നു, കാരണം ദൈവമാണ് ജീവന്റെ സൃഷ്ടാവ്. എന്നാൽ ഈ കാര്യങ്ങളുമായി ബന്ധത്തിൽ വന്നാൽ നിങ്ങൾ അശുദ്ധരാകുമോ? ആകും. എന്നാൽ നാം ഓർക്കേണ്ട കാര്യമെന്തെന്നാൽ അനുഷ്ഠാനപരമായി അശുദ്ധമാകുന്നത് തെറ്റോ പാപകരമായതോ അല്ല. നിങ്ങൾ കുറച്ചു ദിവസം കാത്തുനിന്നിട്ട് കുളിക്കുകയും ഒരു യാഗമർപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ വീണ്ടും ശുദ്ധമായി തീരും. എന്നാൽ അനുചിതമായ കാര്യമെന്തെന്നാൽ നിങ്ങൾ അശുദ്ധരായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രവേശിക്കുക എന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ വിഭാഗത്തിൽ കൂടുതൽ വിശുദ്ധിയുടെ നിയമങ്ങളെക്കുറിച്ചുണ്ട്. അതെ, ഇവ കേന്ദ്രീകരിക്കുന്നത് ഇസ്രായേലിന്റെ ധാർമ്മിക പെരുമാറ്റത്തെയാണ്. ഈ നിയമങ്ങൾ സാമൂഹിക നീതിയെക്കുറിച്ചും ആരോഗ്യപരമായ ബന്ധങ്ങളെക്കുറിച്ചും
സത്യസന്ധമായ ലൈംഗികത ഉണ്ടാകുന്നതിനെക്കുറിച്ചുമുള്ളതാണ്. ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് ഇസ്രായേലിനെ ധാർമ്മിക വിശുദ്ധിയുള്ള ജനമാക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ സന്നിധിയുടെ സമീപം അങ്ങനെ ജീവിക്കുവാൻ കഴിയും. അവയാണ് 3 പരിഹാരങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, അവ ഈ പുസ്തകത്തിന്റെ കേന്ദ്രഭാഗത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇവിടെയാണ് നാം വളരെ പ്രധാനപ്പെട്ട അനുഷ്ഠാനമായ പ്രതിശാന്തി ദിനം കാണുന്നത്. അതെ, ഇസ്രായേൽ ഇപ്പോൾ ഒരു വലിയ ഗോത്രമാണ്. ഒരുപക്ഷെ ജനം കൈകാര്യം ചെയ്യാത്ത ധാരാളം പാവങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ പുരോഹിതന്മാർ 2 ആടുകളെ എടുക്കുമായിരുന്നു. അവയിൽ ഒരാടിനെ കൊന്ന് അതിന്റെ രക്തത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമായിരുന്നു. അവിടെ അത് പ്രതീകാത്മകമായി ഇസ്രായേലിന്റെ പാപത്തെ മറയ്ക്കുകയോ പ്രതിശാന്തി വരുത്തുകയോ ചെയ്യുന്നു. അതെ, അത് കുറച്ച് വിചിത്രമാണ്. യാഗത്തിന്റെ അർത്ഥം അടുത്ത അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. അവിടെ ദൈവം മൃഗത്തിന്റെ രക്തത്തിലാണ് അതിന്റെ ജീവൻ എന്ന് പറയുന്നു. അങ്ങനെ ഈ ആടിന്റെ ജീവൻ അവർക്ക് പകരമായി സമർപ്പിക്കുന്നു. അത് ഇസ്രായേലിന്റെ പാപത്തിനായുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് വഹിക്കുന്നത്. അതിനാൽ ജനത്തിന് അത് വഹിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ആട് ഇപ്പോഴും അവിടെയുണ്ട്. അതെ, പുരോഹിതൻ തന്റെ കൈ അതിന്മേൽ വെച്ച് ഇസ്രായേലിന്റെ സകല പാപങ്ങളും ഏറ്റുപറയുന്നു. അത് അവൻ ആ ആടിന്റെ മുകളിൽ പാപം വെക്കുന്നത് പോലെയാണ്. അതിനുശേഷം ആ ആടിനെ മരുപ്രദേശത്തേക്ക് എന്നേക്കുമായി ഓടിച്ചുവിടുന്നു. അതിനെ ബലിയാട് എന്ന് വിളിക്കുന്നു. അതെ, ഞാൻ ആ പദം മുൻപ് കേട്ടിട്ടുണ്ട്. അതെ, ഇത് ദൈവം എത്രമാത്രം കരുണയോടെയാണ് ഇസ്രായേലിന്റെ പാപം നീക്കം ചെയ്യുന്നുവെന്നതിന്റെ ശക്തമായ ഒരു സാദൃശ്യമാണ്. എന്നാൽ നമുക്ക് സത്യസന്ധരായിരിക്കാം. യാഗങ്ങൾ എന്നത് പൊതുവെ വളരെ ക്രൂരമാണ്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്തെന്നാൽ പുരാതന ലോകത്തിൽ ദൈവങ്ങളുടെ കയ്യിൽ നിന്നും പ്രീതി നേടുന്നതിനുള്ള പ്രധാന മാർഗമായിരുന്നു യാഗങ്ങൾ. എന്നാൽ പ്രശ്നം എന്തെന്നാൽ അതേ ദൈവങ്ങൾ മുൻകൂട്ടി പറയാനാവാത്ത അസ്ഥിരരാണ്. അവർ നിങ്ങളെ അവഗണിക്കുവാൻ പോകുകയാണോ അതോ ആക്രമിക്കുവാൻ പോകുകയാണോ എന്ന് നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ ദൈവത്തെ തികച്ചും വ്യത്യസ്തനായി നാം കാണുന്നത്. അവന് മനുഷ്യന്റെ അഴിമതിയെക്കുറിച്ച് ദേഷ്യം തോന്നാറുണ്ട്, എന്നാൽ അതൊരിക്കലും ഏകപക്ഷീയമല്ല. അങ്ങനെ അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവൻ ഇസ്രായേൽ ആത്മവിശ്വാസത്തോടെ തങ്ങൾ ക്ഷമിക്കപ്പെട്ടുവെന്നും അവരുടെ അഴിമതിയുടെ മധ്യത്തിലും അവന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ സുരക്ഷിതരാണെന്നും അറിയുന്നതിന് ഒരു വ്യക്തമായ മാർഗം നൽകുന്നു. അങ്ങനെയെങ്കിൽ അതാണ് ലേവ്യ പുസ്തകത്തെ യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിലെ വിപ്ലവ പ്രസ്താവനയാക്കി മാറ്റുന്നത്. അപ്പോൾ അതാണ് ലേവ്യ പുസ്തകം. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും മരുപ്രദേശത്തിന് നടുവിൽ സീനായ് പർവ്വതത്തിലാണ്. അവർക്ക് വസിക്കുവാൻ ഒരു സ്ഥലം ആവശ്യമാണ്. അതെ, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദേശം. അതുകൊണ്ട് ആ ദേശത്തിലേക്കുള്ള യാത്രയാണ് ബൈബിളിലെ അടുത്ത പുസ്തകത്തിന്റെ ഉള്ളടക്കം.